ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സിനി, കൃഷ്ണ വിളിക്ക്. വേണ്ട. എന്തിനാ വിളിക്കുന്നേ? രാത്രിയായിട്ടല്ലേ ഉള്ളൂ. കുറച്ച് സമയം കൂടി കഴിഞ്ഞാ നേരം വെളുക്കും. അത് കഴിഞ്ഞിട്ട് അന്വേഷിച്ചാ മതി അവളെ. ഗാഥ, മമ്മിയുടെ മനസ്സേ അവളിലേക്ക് ചാഞ്ഞു തുടങ്ങി. തള്ളിക്കളയാൻ പറ്റുമേ? ഇനി ചിലപ്പോ അതാവും നന്നാവാനുള്ള വഴി. തള്ളിക്കളയേണ്ടി വന്നാ തള്ളിക്കളയണം. അമ്മേ, ഇവിടെ തറവാടിന്റെ മേൽക്കൂരയ്ക്ക് കീഴെ നിൽക്കുമ്പോ എല്ലാം സുരക്ഷിതമെന്നുള്ള തോന്നലുണ്ടാവും. പണിയെടുക്കണ്ട, ആവശ്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യും. അപ്പൊ പിന്നെ അങ്ങനെ ചിന്തിച്ച തെറ്റില്ലല്ലോ. ഒരു ദിവസം ഞാൻ പിടിച്ച് പുറത്താക്കും 3 എണ്ണത്തിനെ. എന്നേക്കുമായിട്ടല്ല, ജീവിതം പഠിച്ചിട്ട് തിരിച്ചു വന്നാ മതിയെന്ന് പറയാൻ. അപ്പ പഠിക്കും. ഗാഥമോളെ എത്ര ഭംഗിയായിട്ടമ്മേ ഈ കാര്യങ്ങളൊക്കെ പരിഹരിച്ചത്. മാണിക്കുഞ്ഞ് കള്ളനാണെന്ന് വിളിച്ചു പറയാൻ നമുക്കൊക്കെ വലിയ ഉത്സാഹമായിരുന്നു. അയാൾ ചെയ്ത നല്ല പ്രവർത്തികളെ കുറിച്ച് നമ്മൾ ഓർത്തുപോലുമില്ല. നമ്മൾ ആരെങ്കിലും മനസ്സുറപ്പിച്ച് പറഞ്ഞോ അവനത് ചെയ്യില്ലെന്ന്? പക്ഷേ നമ്മുടെ ഇടയിലേക്ക് കയറി വന്ന ഗാഥമോള് അയാളുടെ ആത്മാർത്ഥത തിരിച്ചറിഞ്ഞു. ചില കാര്യങ്ങളിൽ തെളിവ് ദൈവത്തിന്റെയാ. അങ്ങനെ ദൈവത്തിന്റെ തെളിവും കൊണ്ട് നമ്മുടെ മുന്നിലേക്ക് വന്നതാ ഗാഥ. പറയുന്ന ഓരോ വാക്കിലും ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും ഗാഥമോളിപ്പോ നമ്മുടെ മനസ്സ് കീഴടക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ടും നമുക്കൊരു ധൈര്യം കിട്ടുന്നില്ലോ അമ്മേ, ഇവള് മതി നവീന്റെ പെണ്ണായിട്ടെന്ന് പറയാൻ. നന്ദ, ശാപം തലയിലുള്ളവരൊന്നും മോശം ആളുകളല്ല. ശാപം പൂർവികമായിട്ട് കിട്ടുന്നതാ. ഒരു കാര്യം സത്യവാ, ഇത്രയും അച്ചടക്കവും ഇത്രയും കാര്യപ്രാപ്തിയും സ്വഭാവ ഗുണവും വിനയവും ഉള്ളൊരു പെൺകുട്ടിയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഈ നാട് മുഴുവൻ തേടി നടന്നാലും അങ്ങനെ ഒരുത്തെ കണ്ടെത്താനും പറ്റില്ല. പക്ഷേ എന്ത് ചെയ്യാനാ? വിവാഹത്തിനെ കുറിച്ചൊന്ന് ചിന്തിച്ച് കണ്ണടച്ചു പോയാല് പണം വിടർത്തിയാടുന്ന നാഗങ്ങളുടെ കാഴ്ച. ഇതിനു മുൻപ് മരിച്ചു വീണവരുടെ മുഖം. ഗാഥ, തനിക്കെടുത്ത് പുച്ഛം തോന്നുന്നുണ്ടോ? എന്തിന്? മാണിക്കുഞ്ഞിന്റെ കാര്യത്തില് എനിക്ക് അയാളുടെ വീടും അമ്മയുടെ അവസ്ഥയൊന്നും മനസ്സിൽ നിന്ന് പോകുന്നില്ല. എന്തൊരു മോശമാണ്. മാണിക്കുഞ്ഞ് തറവാട്ടിലെത്തി കഴിഞ്ഞാൽ അയാൾ ഓരോരുത്തരുടെയും വിശേഷം അന്വേഷിക്കും. മുത്തശ്ശിക്കും അമ്മയ്ക്കും അച്ഛനും വയ്യാതായല്ലേ, ഓരോ നേരം കഴിക്കുന്ന മരുന്നിനെ കുറിച്ച് പോലും അയാൾക്ക് ധാരണ ഉണ്ടാവും. അതയാള് ശമ്പളക്കാരനായതുകൊണ്ടല്ലേ? കഥ, പ്ലീസ്. ഞാനെല്ലാം അന്വേഷിക്കണമായിരുന്നു. അയാൾക്ക് വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണമായിരുന്നു. കൂടെ നിൽക്കുന്നവരുടെ മനസ്സും അവരുടെ വിഷമവും അറിയാത്തവര് എത്ര പണക്കാരായാലും നല്ലവരല്ല. യെസ്, യു ആർ കറക്റ്റ്. എന്റെ ഭാഗത്തുനിന്ന് പിഴവുകൾ മാത്രമേ പറ്റിയിട്ടുള്ളൂ. എല്ലാം എനിക്ക് തിരുത്തണം കഥ. മാണിക്കുഞ്ഞിനെ നവീൻ സംശയിച്ചു. അത് തെറ്റാണെന്നറിഞ്ഞപ്പോ നവീൻ അത് തിരുത്തി. അത് ആർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ വേണ്ടത് അതല്ല. നമ്മുടെ കൺമുന്നിൽ നിന്ന് നമ്മളെ നോക്കി ചിരിക്കുന്നവർക്ക് ആത്മാർത്ഥതയുണ്ടോ എന്നറിയണം. നമ്മുടെ മുന്നില് ചിരിക്കാതെ നിൽക്കുന്നവർക്ക് നമ്മളോട് സ്നേഹമുണ്ടോ എന്നറിയണം. അല്ലാതെ മുഖം നോക്കിയും മുഖത്തെ ചിരി നോക്കിയും ഒരാളെ വിലയിരുത്താൻ പാടില്ല. വാരി കോരി കൊടുക്കണമെന്നൊന്നും ആരും ആഗ്രഹിക്കുന്നില്ല നവീൻ. ചെറിയ ചെറിയ പരിഗണനകളാ എല്ലാവരുടെ ആവശ്യം. അത് കിട്ടിയാ അവര് ഹാപ്പി ആയിരിക്കും. ഗാഥ, തന്നെ ഞാൻ കുറെ മുൻപേ കാണേണ്ടതായിരുന്നു. ഒരുപക്ഷെ അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഞാൻ എന്നെ വല്ലാതെ തിരുത്തിയേനെ. താങ്ക്സ് ഗാഥ. പണത്തിന്റെ പിന്നാലെ മാത്രം പോവാൻ അറിയുന്ന എനിക്ക് ജീവിതം കാണിച്ചു തന്നെ, അതിന്റെ സൗന്ദര്യം മനസ്സിലാക്കി തന്നെ. ഗാഥ, ഇനിയിപ്പോ എനിക്ക് പേടിയില്ല. താൻ എൻ്റെ കൂടെ ഉണ്ടാവുമല്ലോ. എന്നെ തിരുത്താനുള്ള എല്ലാ സ്വാതന്ത്ര്യം ഞാൻ നിനക്ക് വിട്ടുതരാം. എന്നിട്ട് വളരെ പെട്ടെന്ന് തന്നെ അച്ചടക്കമുള്ള ഒരു കുട്ടിയായിട്ട് മാറുകയും ചെയ്യും.
കുട്ടിയോ? യെസ്, താനല്ലേ ഇപ്പൊ എന്റെ ടീച്ചർ, ജീവിതം പഠിപ്പിക്കുന്ന ടീച്ചർ. അപ്പൊ ഞാൻ കുട്ടി തന്നെ. ഗാഥ മാഡം, പാല്. മാഡം, ഞാനിപ്പോ പാല് ചോദിച്ചോ? പിന്നെ എന്തിനാ ഇത് എടുത്തോണ്ട് വന്നേ? പതിവുള്ളതല്ലേ? പതിവുള്ളതാണോ ഇവിടെ നടക്കുന്നത്? ആണോന്ന്? എനിക്ക് തോന്നുമ്പോ ഞാൻ കുടിക്കും, എനിക്ക് തോന്നുമ്പോ ഞാൻ പട്ടിണി കിടക്കും. എനിക്കാരെയും ചോദ്യം ചെയ്യാൻ അധികാരം ഇല്ലെങ്കിലേ എന്നെ ആരും ചോദ്യം ചെയ്യണ്ട. സിനി, കൃഷ്ണ വിളിക്ക്. വേണ്ട. എന്തിനാ വിളിക്കുന്നേ? രാത്രിയായിട്ടല്ലേ ഉള്ളൂ. കുറച്ച് സമയം കൂടി കഴിഞ്ഞാ നേരം വെളുക്കും. അത് കഴിഞ്ഞിട്ട് അന്വേഷിച്ചാ മതി അവളെ. ഗാഥ, മമ്മിയുടെ മനസ്സേ അവളിലേക്ക് ചാഞ്ഞു തുടങ്ങി. ഒളിഞ്ഞും തെളിഞ്ഞും അവളെ പുകഴ്ത്തുന്നതും അവൾക്ക് സകല സ്വാതന്ത്ര്യവും കൊടുക്കുന്നതും അതിന്റെ പേരില. സിനി, കൃഷ്ണ വിളിക്കാൻ പറഞ്ഞില്ലേ? വേണ്ടെന്ന് ഞാനും പറഞ്ഞു. നീ ഈ കാണിക്കുന്ന ടെൻഷനൊക്കെ എന്തിന്റെ പേരിലാന്ന് എനിക്ക് അറിയാം. അതുകൊണ്ടാ പറഞ്ഞ. ഞാൻ കൃഷ്ണയെ വിളിക്കാമോ? ഹലോ, കൃഷ്ണ ഇപ്പൊ എവിടെയാ? ഞാനിപ്പോ തിരിച്ചെത്തും. വീട്ടിലെത്താറായി. ശരി, പെട്ടെന്ന് വരും. ആ, കൃഷ്ണ ഇപ്പൊ എത്തുമെന്ന് പറഞ്ഞത്. വരട്ടെ അവള്. നേരത്തെ വീട്ടിൽ വെച്ച വീഡിയോ കാണിച്ചപ്പോൾ ഞാൻ ശ്രദ്ധിച്ചതാ. ഇതെന്താ ഇങ്ങനെ ഒരു ഫോൺ യൂസ് ചെയ്യുന്നത്? എല്ലാ കാര്യത്തിലും ലേറ്റസ്റ്റ് മാത്രം സെലക്ട് ചെയ്യുന്ന ആള് എപ്പോഴും യൂസ് ചെയ്യുന്ന ഫോണിന്റെ കാര്യത്തില് ഐ കാൻ ബിലീവ് ഇറ്റ്. അത് ഇതിനേക്കാളും മോശമായ ഫോണുകൾ ഉപയോഗിക്കുന്ന എത്രയോ പാവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഞാന് അവരിൽ ഒരാളാവാൻ ശ്രമിക്കാം. ഒരു കണക്കിന് നമുക്ക് ഇതല്ലേ ആവശ്യമുള്ളൂ. അല്ലാതെ വാരിക്കൂട്ടുന്നതൊക്കെ വെറുതെ അല്ലേ നവീൻ? ഓരോ നിമിഷം കഴിയും തോറും താൻ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഗാഥ.